നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ആ താലി എടുത്ത് കൊടുത്തോളൂ. ഗോപാലേട്ടാ, ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അച്ഛൻ തന്നെ വരൻ എന്നെ കൈപിടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നടക്കില്ല കൊച്ചേ. ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ പോലും ഈ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അപ്പോ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ അച്ഛനുണ്ടാവില്ലേ? ഇനി കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അയ്യോ, ഗോപാലേട്ടാ, താലി മോളെ, ദൈവത്തെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് താലി കെട്ടിക്കൊള്ളൂ. തന്നെ നെഞ്ചിതം കൊണ്ട് ഇറക്കി വിടാൻ പറ്റുന്നില്ല. ഈ ചങ്കിലെ പിടപ്പ് നിലയ്ക്കുന്നവരെ ഇയാൾ അവിടെ തന്നെ ഉണ്ടാവൂന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചാ തീർന്നു അച്ഛന്റെ ഉത്തരവാദിത്വം എല്ലാം. മോളെ, അതിന് അച്ഛന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ എന്റെ തീരുമാനത്തിലും മാറ്റമില്ല.
കെട്ടിയ ഈ താലി എന്നും ശാരികയുടെ കഴുത്തിലുണ്ടാവും. പക്ഷെ അതൊരു തടസ്സമാവില്ല. സാറിനൊരു കുടുംബജീവിതം വേണമെങ്കിൽ ഏത് പെൺകുട്ടി വേണേലും കല്യാണം കഴിക്കാം, സന്തോഷമായി ജീവിക്കാം. ശ്യാമയും കൂടി കല്യാണം കഴിച്ച പാവം പിടിച്ച എന്റെ അമ്മ ഒറ്റയ്ക്കാവും. ഞങ്ങൾ 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഓരോ ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാന കാലത്ത് അവരുടെ തൊണ്ടയിലേക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാൻ ആളില്ലാതാവണോ? അതാണോ ഞങ്ങൾ അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലം? ഗോപാലകൃഷ്ണ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറ. തൊമ്മനയുമ്പോ ചാണ്ടി മുറുന്നു പറഞ്ഞതുപോലെ ആയല്ലോ ഇത്. കൃഷ്ണകുടി ചേട്ടാ, നീ മിണ്ടാതിരി. ആഹാ, താലി പൊട്ടിക്കലും പൊട്ടിച്ച താലി കൊണ്ടുവന്ന് 2ാം കെട്ടലും ഒക്കെ എവിടെയെങ്കിലും കേട്ട കേൾവി ഉള്ളതാണോ? പഴങ്കഥയൊന്നും എന്നെ കൊണ്ട് വിവരിപ്പിക്കണ്ട. എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായിട്ട് വരുമ്പോ നിങ്ങൾ ഞങ്ങളെ പിന്നെ അപമാനിക്കാൻ നോക്കുകയാണോ? കൃഷ്ണൻകുട്ടി ചേട്ടാ, ഒരു കൃഷ്ണൻകുട്ടി ഇറങ്ങൂല്ല. വിജയ്, ഈ ബന്ധം ശരിയാവില്ല. ശരിയെ, ഈ സമയത്ത് താനിങ്ങനെ... സാറിനോട് ക്ഷമിക്കണം. എനിക്കെന്റെ അച്ഛനെ കൈവിടാൻ പറ്റില്ല സാർ. എടോ, നീ വരുന്നുണ്ടോ? ശരിയേച്ചി, വീട് ശാലിനി. ശാരദാമ്മ, ഇതുവരെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ ഇവിടെ തീരാൻ പോവാ. എല്ലാ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ പേടാപ്പാട് വിട്ടത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിലത്തടിയും. അത് തടയാൻ ശാരദാമ്മ ഒരാൾ വിചാരിച്ച് മാത്രമേ സാധിക്കൂ. മോനെ, ഞാൻ എന്ത് ചെയ്യാനാ? ശാരദാമ്മ പറഞ്ഞാൽ മാത്രമേ അച്ഛൻ പോവാതിരിക്കൂ. നാട്ടുകാരെന്ത് പറയുന്നുള്ള ഭയം, നമ്മളെ പറ്റി മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത്, ഇതൊക്കെ സ്വന്തം മക്കളുടെ ജീവിതത്തേക്കാൾ വലുതാണോ ശാരദാമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.